നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിനുള്ള സ്ഥാനം നമ്മൾ പലവട്ടം ആവർത്തിച്ചതാണ്. ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമായതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും അധികം മുന്നേറ്റം നടത്തുന്നവർ തന്നെയായിരിക്കും ഇന്ത്യയെ നയിക്കാൻ പോകുന്നത്. എന്തായാലും നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ സഖ്യമായ INDA മുന്നണിക്ക് ഉത്തർപ്രദേശിൽ കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. INDA എന്ന സഖ്യത്തെ ബഹിഷ്കരിക്കാൻ ജമാഅത്ത് ഹിമായത്തുൽ ഇസ്ലാമിന്റെ ഒരു ആഹ്വാനം ഉണ്ടായിട്ടുണ്ട്. മുൻകാലങ്ങളിൽ കോൺഗ്രസും അതിനോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടിയും സമുദായത്തെ ദുരുപയോഗം ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ മുന്നണിക്കെതിരെ ഇവർ തിരിഞ്ഞിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ INDA എന്ന സഖ്യത്തെ തോൽപ്പിക്കാൻ ജമാഅത്ത് ഹിമായത്തുൽ ഇസ്ലാമിന്റെ തലവനായ സദർ ഖാരി അബ്രാൻ ജമാൽ സമുദായ അംഗങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. UPയിലെ സഹൻപൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് സമുദായത്തിന്റെ ഭാഗത്തു നിന്നുള്ള സുപ്രധാന തീരുമാനം ഇവർ രാജ്യത്തെ അറിയിക്കുന്നത്. പ്രതിപക്ഷ സഖ്യത്തിലെ എല്ലാ പാർട്ടികളും മുസ്ലിം സമുദായത്തെ അവഹേളിക്കുന്ന നിലപാടാണ് പലപ്പോഴും പിന്തുടർന്നിട്ടുള്ളത്. UPA ഭരണത്തിലാണ് മുസ്ലിങ്ങൾക്കെതിരായി ഏറ്റവും അധികം ആക്രമണങ്ങളും അതിനോടൊപ്പം തന്നെ കലാപങ്ങളും നടന്നിട്ടുള്ളത്. കോൺഗ്രസ് ആണ് മുസ്ലിം സമുദായത്തിന്റെ യഥാർത്ഥ ശത്രുക്കൾ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ബഹിഷ്കരണത്തിന്റെ ആഹ്വാനം അത് ഉത്തർപ്രദേശിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നും കശ്മീർ മുതൽ കന്യാകുമാരി വരെ അത് വ്യാപിപ്പിക്കും എന്നുകൂടി സദർ ഖാരി ജബ്രാർ അമാൽ പറഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെ 7 ഘട്ടങ്ങളായാണ് ഉത്തർപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. സഹൻപൂർ മണ്ഡലത്തിൽ ഏപ്രിൽ 19 തീയതിയാണ് പോളിംഗ്. അതായത് വോട്ടെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെയാണ് സമുദായത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. അവർ ആർക്കെങ്കിലും പിന്തുണ നൽകും എന്ന് നിലവിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതുവരെയും പിന്തുണച്ചിരുന്ന സമാജ്വാദി പാർട്ടിയെയും കോൺഗ്രസിനെയും ഒക്കെ കൈവിട്ടിരിക്കുന്നു. അവരെ ഒരിക്കലും ജയിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.